വെളിച്ചെണ്ണയുടെ വില കുറച്ച് സപ്ലൈകോ ടെൻഡറിൽ പങ്കെടുക്കാമെന്ന് വ്യാപാരികൾ അറിയിച്ചിരിക്കുകയാണ്. ഓണക്കാലത്ത് പരമാവധി വില കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാരെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. മായം ചേർത്ത വെളിച്ചെണ്ണ പിടിക്കാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി P രാജീവും വ്യക്തമാക്കി. വെളിച്ചെണ്ണ വ്യവസായികളുമായുള്ള യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം. നമുക്കതൊന്ന് കേൾക്കാം. കേരളത്തിലെ കഴിഞ്ഞ സമീപ നാളുകളിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള വില വർധനവാണ് വെളിച്ചെണ്ണയ്ക്കുണ്ടായിരിക്കുന്നത്. ഇത്തവണ ഓണം പ്രമാണിച്ച് വില കുറച്ച് വെളിച്ചെണ്ണ നൽകുന്നവർക്ക് 15 ദിവസത്തിനുള്ളിൽ അവർക്ക് പേയ്മെന്റ് നൽകുമെന്നുള്ള കാര്യം ഗവൺമെന്റ് നിലയിൽ ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കേരഫെഡ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരോടും അഭ്യർത്ഥിച്ച് വില പരമാവധി കുറപ്പിച്ചുകൊണ്ട് കേരള സമൂഹത്തിന് ആശ്വാസം പകരാൻ വിശേഷിച്ചും ഈ ഓണക്കാലത്ത് പരമാവധി വില കുറച്ചുകൊണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തിൽ സംരംഭക വർഷത്തിന്റെ ഭാഗമായി 1800ഓളം പുതിയ വെളിച്ചെണ്ണ മില്ലുകൾ, ചെറിയ യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. എന്നാൽ വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ അഭൂതപൂർവമായി കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ സാധ്യമാകുന്ന രൂപത്തിൽ നിയന്ത്രിക്കാം? ഇതിനകത്ത് ഫുഡ് സേഫ്റ്റി വകുപ്പാണ്, ആരോഗ്യവകുപ്പിന്റെ കീഴിലാണ്. അവരോടും പറയും ശക്തമായിട്ടുള്ള പരിശോധന നടത്തണം. ഇത് പറഞ്ഞത് ശരിയാണ്, മായം ചേർത്ത വെളിച്ചെണ്ണ വരുന്നുണ്ടെന്നുള്ള ഇവരും തന്നെ ഉന്നയിക്കുകയുണ്ടായി. അത് പരിശോധനയ്ക്ക് വിധേയമാക്കാം. വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമനും എറണാകുളം മാർക്കറ്റിൽ നിന്ന് ഷാബാസ് അഹമ്മദും ചേരുകയാണ്. ഗുഡ് ഈവനിങ് അരുൺ സോളമൻ. വെളിച്ചെണ്ണ വില 500 കടക്കുന്നു, ഓണത്തിന് എന്താകും എന്നൊക്കെ ഓർത്തുള്ള ഒരു ടെൻഷനായിരുന്നു. അതൊക്കെ മാറുന്ന തരത്തിലാണോ ഇന്നത്തെ ചർച്ചകൾ അവസാനം എത്തിയിരിക്കുന്നത്? സുജയ, വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് GR അനിൽ സംസാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. പക്ഷേ വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു അനുകൂലമായിട്ടുള്ള സമീപനം വ്യാപാരികളുടെ ഭാഗത്തു നിന്നോ കരാറുകാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. കാരണം 2-3 ആഴ്ചയായിട്ട് കരാറുകാരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വളരെ നിരന്തരമായിട്ട് നടന്നു. പക്ഷേ കരാറുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് 1 ലിറ്റർ വെളിച്ചെണ്ണ നൽകുമ്പോൾ നിലവിലെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് വലിയൊരു സാങ്കേതികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് 100 രൂപയാണ് ഒരു കരാറുകാരന് ഒരു നഷ്ടമായി വരുന്നത്. ആ 100 രൂപ ആര് കൊടുക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം നൽകാനായിട്ട് ഭക്ഷ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളൊക്കെയും ഈ പ്രധാനമായും CPIയുടെ മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട മന്ത്രി കൂടിയാണ് GR അനിൽ. ഭക്ഷ്യവകുപ്പ് ദുർബലമാണ് എന്നുള്ളത് തന്നെയാണ് CPIയുടെ അകത്തു നിന്ന് കേട്ട ശബ്ദം. പക്ഷേ ഇതിനോടകം ഓണക്കാലത്ത് പൊള്ളുന്ന വിലയുമായിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കുതിക്കുമെന്നുള്ള ഒരു ആശങ്ക പൊതുജനങ്ങൾക്കുണ്ട്. നിലവിൽ 529 രൂപയ്ക്കാണ് കേര ഇപ്പോൾ ഈ പൊതുവിപണിയിൽ വെളിച്ചെണ്ണ നൽകുന്നത്. കാര്യം കൂടി ഒന്ന് അറിയണം. അരുൺ സോളമൻ തുടരൂ. നമുക്ക് എറണാകുളം മാർക്കറ്റിലേക്ക് തുടങ്ങാം. ഷാബാസ് അഹമ്മദ്, ഗുഡ് ഈവനിങ്. മാർക്കറ്റിൽ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് 1 ലിറ്ററിന് എത്രയാണ് വില? അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സുജിയ, 529 രൂപയോളം 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മാർക്കറ്റിൽ റീറ്റെയിൽ പ്രൈസ് ആയിട്ടുണ്ട്. അത് നാട്ടുപ്രദേശങ്ങളിലെ മില്ലുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് 480 രൂപ വരെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് ഹോൾസെയിൽ റേറ്റുകളിൽ വിവിധ മാർക്കറ്റുകളിൽ വ്യത്യാസമുണ്ട്. പക്ഷേ 529 രൂപയാണ് ഇപ്പോൾ കേര കൊടുക്കുന്ന 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില എന്ന് പറയുന്നത്. ഈ തെങ്ങിൻ മുകളിൽ കയറിയിരിക്കുന്ന വെളിച്ചെണ്ണ വിലയെ താഴെ ഇറക്കാൻ സർക്കാർ ഇടപെട്ടു എന്നൊരു ആശ്വാസകരമായ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഓണക്കാലമായതുകൊണ്ട് വില കുറയ്ക്കാൻ പരമാവധി കഴിയുന്നതെല്ലാം ചെയ്യുമെന്നാണ് മന്ത്രിമാർ ഇവിടെ കൊച്ചിയിൽ അറിയിച്ചത്. മന്ത്രിമാരായ GR അനിലും P രാജീവും ഈ വെളിച്ചെണ്ണ വ്യാപാരികളുമായി നടത്തിയ ചർച്ചയിലായിരുന്നു ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത്. പരമാവധി വില ഓണക്കാലമാകുമ്പോഴേക്കും കുറയ്ക്കും, ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് മന്ത്രിമാർ അറിയിച്ചത്. നാളെ കേരഫെഡ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചർച്ച നടത്തും. ഇന്ന് നടത്തിയ ചർച്ചയിൽ സപ്ലൈകോയുടെ ടെൻഡർ വില കുറച്ച് ടെൻഡറിൽ പങ്കെടുക്കാമെന്ന് വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി എത്രത്തോളം വില കുറയ്ക്കാൻ കഴിയുമെന്ന് നോക്കാമെന്നാണ് മന്ത്രിമാർ ഇന്ന് അറിയിച്ചത്. നമ്മുടെ കൂടെ ഇന്ന് വെളിച്ചെണ്ണ വാങ്ങാമെന്നൊരു ചേച്ചിയുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ചേച്ചി വന്ന് വെളിച്ചെണ്ണ വില ചോദിച്ചിട്ട് തിരിച്ച് അതേപടി അതിൽ വന്നതിലും ഇരട്ടി സ്പീഡിൽ പോവുകയായിരുന്നു. ചേച്ചി എന്താ തിരിച്ചു പോയത്? തിരിച്ചു പോയത് വെളിച്ചെണ്ണയുടെ വില കൂടുതൽ കാരണം മേടിക്കാതെ ഇറങ്ങിപ്പോയതാണ്. വെളിച്ചെണ്ണ ഇപ്പം ഉപയോഗിക്കുന്നില്ല, വില കൂടിയതുകൊണ്ട്. ഓണക്കാലം ആകുമ്പോഴേക്കും വില ഒരുപാട് കൂടുമോ? വില കുറയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വെളിച്ചെണ്ണ ഉപയോഗം കുറച്ചു അല്ലേ? വെളിച്ചെണ്ണ ഉപയോഗമേ കുറച്ചു. ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വെളിച്ചെണ്ണ ഇതുപോലെ വില കയറിയാൽ ഞങ്ങൾക്ക് വലിയ കഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വില ചോദിക്കാന്നുണ്ട് കടയിൽ കയറിയതായിരുന്നു. വില ചോദിച്ചാൽ വില കുറവാണെങ്കിൽ നമുക്ക് മേടിക്കാമെന്നുണ്ട്. അപ്പം അതായത് ഷാബാസ്, വില കുറവാണെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ 500 കടന്ന് 521 വിൽക്കുകയാണെങ്കിൽ വാങ്ങിച്ചാൽ അതെങ്ങനെ മുതലാകാനാണ്? തൽക്കാലം സൺഫ്ലവറോ അല്ലെങ്കിൽ പാം ഓയിലോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കരുതി ആ ചേച്ചി അങ്ങ് തിരിച്ചു പോവുകയാണ്. പക്ഷേ ഓണമാകുമ്പോഴേക്കും കുറയുമെന്ന് മന്ത്രി പറഞ്ഞതിൽ നമുക്കൊരു പ്രതീക്ഷ അർപ്പിക്കാം.